ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉച്ചക്കലത്തെ ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഉപ്പേരിയോ വറവോ ഉണ്ടാക്കണം. ഞാനും അമ്മയും വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് കുഞ്ഞിപ്ലാവിൽ തൂങ്ങിക്കിടക്കുന്ന 4 കുഞ്ഞൻ ചക്കകൾ കണ്ണിൽപ്പെട്ടത്. ഈ കുഞ്ഞിപ്ലാവ് ഹൈബ്രിഡ് ആണ്. ഇതിലുണ്ടാവുന്ന ചക്കകളും വ്യത്യസ്തതയുള്ളതാണ്. അമ്മ നേരെ നടന്നു പോയി കൂട്ടത്തിൽ വലുതിനെ പഴുക്കാനായിട്ട് മാറ്റിവെച്ചു. ഇനി നമുക്ക് വറവ് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് കൂട്ടത്തിൽ പ്രായമാവാത്തവനെ നോക്കി കൊയ്തെടുത്തു. ഹൈബ്രിഡ് പ്ലാവുകൾക്ക് ഉയരമില്ലാത്തതുകൊണ്ടും നമ്മുടെ കൈയെത്തുന്നിടത്ത് തന്നെ ചക്ക ഉണ്ടാവുന്നതുകൊണ്ടും ഒരു കത്തി മാത്രം മതിട്ടോ ചക്ക കൊയ്യാൻ. അങ്ങനെ കൊയ്ത ചക്കേന്റെ ഭംഗി ആസ്വദിച്ച് അമ്മ നേരെ അടുക്കള ഭാഗത്തേക്ക് നടക്കാണ്. ചക്ക വൃത്തിയാക്കണ്ടേ? ചക്ക വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അതാണ് ഈ അടുത്ത സ്റ്റെപ്പ്. കട്ടിയില്ലാത്ത തോൽഭാഗം ആയതുകൊണ്ട് അത്ര പാടുണ്ടായിരുന്നില്ല കേട്ടോ വൃത്തിയാക്കാൻ. ആദ്യം തന്നെ കണ്ണിയാണ് മുറിച്ചെടുത്തത്. പിന്നെ തൊലി ചെത്തിയെടുക്കണം. സാധാരണ ചക്കയ്ക്ക് ഉണ്ടാവുന്നത്ര വിളഞ്ഞിലൊന്നും ഈ ചക്കയ്ക്ക് ഉണ്ടാവില്ല. കാരണം ഇത് ഹൈബ്രിഡ് ആണല്ലോ. അതുപോലെ തന്നെ ഇതിന്റെ തൊലിയും കട്ടിയില്ലാത്തതായിരിക്കും. കണ്ണി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊടുവാൾ എടുത്തിട്ട് 2 കൊത്തു കൊത്തി. 3ാമത്തെ കൊത്തിൽ കണ്ണി മുറിഞ്ഞു. അതിനുശേഷം തൊലിത ഇതുപോലെ ചെത്തി മാറ്റി. തൊലി മുഴുവൻ ചെത്തിയെടുത്തതിന് ശേഷം ചക്കേന്റെ നടു നോക്കി ഒറ്റ വെട്ടുകൊടുത്തു. ദേ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ചക്ക. നടു വെട്ടിപ്പിളർത്തിയ കുഞ്ഞൻ ചക്കേനെ നമ്മള് ത്രികോണാകൃതിയിൽ കഷ്ണങ്ങളാക്കി കുക്കറിൽ 1/4 ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒറ്റ വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിച്ച ചക്ക മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോവരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇങ്ങനെ ചതച്ച ചക്ക നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ തന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഒരു 4 കൊച്ചുള്ളി കുഞ്ഞിതായിട്ട് അരിഞ്ഞതിട്ട് സോട്ട് ചെയ്യുക. അതിനുശേഷം ഒരല്ലി വെളുത്തുള്ളി, 3 വറ്റൽമുളക്, അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും ഒരു നുള്ള് ഉഴുന്ന്, ശേഷം ഒരു നുള്ള് അരിയും കൂടെ ചേർത്ത് ഒരു പിടി കറിവേപ്പിലയും ഇട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വറവിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ചക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചക്ക വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.